ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തേങ്ങ വറുത്തരച്ച് നാടൻ കോഴിയിൽ കുമ്പളങ്ങ ഇട്ട് വയ്ക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതധികം ആരും വെച്ചിട്ടുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതേപോലെ വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 കിലോ തൂക്കം വരുന്ന ഒരു നാടൻ കോഴിയാണ്. അപ്പോൾ അത് ചെറുതാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ കുമ്പളങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ ഒത്തിരി വലിയ പീസാവരുത്. അപ്പോൾ അത് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 3/4 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ആ കുമ്പളങ്ങ നല്ല മൂത്ത കുമ്പളങ്ങ ആയിരിക്കും. ഇതുപോലെ മാംസം കൂടുതലും ഈ സീഡ് അതിൻ്റെ ആ ഒരു ചോറുണ്ടല്ലോ അത് കുറവുള്ള കുമ്പളങ്ങ നോക്കി വേണം വാങ്ങാനായിട്ട്. അതാണ് നല്ല മൂത്ത കുമ്പളങ്ങ. ഒരു യെല്ലോ കളറുള്ള കുരുവുള്ള കുമ്പളങ്ങയാണ്. മൂത്ത കുമ്പളങ്ങ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ തൊലി ആദ്യം തന്നെ നമുക്ക് കളഞ്ഞെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സോഫ്റ്റായ ഭാഗം കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കാം. ഇതൊത്തിരി ചെറുതാക്കരുത്. നമ്മൾ സാധാരണ ചിക്കനിൽ ഇടാനായിട്ട് പൊട്ടറ്റോയൊക്കെ കട്ട് ചെയ്യില്ലേ, അത്രയും വലുപ്പത്തിൽ ഇതേ വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ചിക്കനിലിടുന്ന പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് പോകും. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു മുറി തേങ്ങയും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ഉള്ളിയും കുറച്ച് വേപ്പില, ഒരു പിടി വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 പച്ചമുളക്, ഇതെല്ലാം കൂടി ഞാനൊന്ന് വറുത്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി ഒരു കപ്പോളം ഉള്ളി വേണം കേട്ടോ, എന്നാലേ അത്രയും ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. ഇത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലുള്ളൂ. നമ്മൾ ചുമന്ന മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മുടെ ഗരം മസാല നമ്മൾ പൊടിച്ചപ്പോൾ അതിൽ കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ മസാലയിലെ കുരുമുളകിൻ്റെ എരിവും ഈ പച്ചമുളകിൻ്റെ എരിവും മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ വളരെ സ്പൈസി ലുക്കാണ് കറിക്ക്. ഇപ്പം നമുക്കിനി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ ഗരം മസാലയിൽ കുരുമുളക് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ കുരുമുളക് എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ തേങ്ങ ശരിക്കും വറുത്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മസാലകളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് മുരിഞ്ഞു വരും. അതുകൊണ്ട് ഇത് അടുപ്പത്ത് ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതെ തന്നെ അടുത്ത് നിന്ന് നമുക്കിത് വറുത്തെടുക്കാം. നല്ല കളറാവുന്ന വരെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് വറുത്ത് കഴിഞ്ഞു, അത് ചൂടാറിയിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിനത് പൊടിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ നമുക്ക് പൊടിച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് നമ്മൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങാപ്പാലിൻ്റെ കളറൊന്ന് മിക്സായ പോലെ നമുക്ക് തോന്നും. വെള്ളം ഒഴിക്കാതെ നമ്മൾ ഈ വറുത്തരപ്പ് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ഉരുളിയാണ് സ്റ്റവിലേക്ക് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 6 സവാള ഞാൻ നീളനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതെല്ലാം തന്നെ വറുത്തരപ്പിൽ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 തക്കാളി നീളനെ കട്ട് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇതുവരെയും ഫ്രൈ ചെയ്തെടുത്തതെല്ലാം. നമ്മളൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാവാൻ വേണ്ടിയാണ് ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്തേക്കണത്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത തേങ്ങ ആണെങ്കിൽ മാത്രമേ ഫുൾ ഫ്ലെയിമിലിട്ട് വറുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചെറുവിധാണെങ്കിൽ ഉൾവശം വേവാതെ വരും, പുറം വശം കരിഞ്ഞു പോകും. ക്രഷ് ചെയ്ത തേങ്ങ നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് വറുക്കാം. പക്ഷെ അടുത്തുനിന്ന് നമ്മൾ പോവരുത്.
പോയി കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരപ്പ് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഈ കറിക്ക് ഒരു ടേസ്റ്റും ഇല്ലാതെയായി പോകും. അതുകൊണ്ട് അടുത്ത് നിന്ന് തന്നെ ഇളക്കി കൊടുത്ത് നമുക്ക് മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്തരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അത് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1-1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി, ചിക്കനിലേക്കുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ നന്നായി ഇളക്കി കൂട്ടി ശരിക്കും ഒരു നല്ല മസാലയൊക്കെ എല്ലായിടത്തും ആവുന്ന വിധത്തിലാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇത് ഫുൾ ഫ്ലെയിമിൽ ഞാൻ ഇട്ടേണം. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ, ഈ മൂടിയുടെ മുകളിൽ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എത്ര ഫുള്ള് തീയിട്ടാലും ചട്ടിയുടെ അടിയിൽ കരിഞ്ഞു പിടിക്കില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, കുമ്പളങ്ങ ഒരിക്കലും ഇളം കുമ്പളങ്ങ ഇട്ട് വെക്കരുത്, പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവും. അതുമാത്രമല്ല, നമ്മുടെ മൂത്ത ചിക്കൻ ആണെങ്കിൽ പോലും കുമ്പളങ്ങ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. വീണ്ടും നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ ഒരുവിധം വേവായിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാണ്ട് കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കുമ്പളങ്ങ ശരിക്കും എന്തോ നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ചിടാം. ഉള്ളിയും വേപ്പിലും താളിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ വറുത്തരച്ച് വെച്ചേക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഈ വറുത്ത ഉള്ളിയുടെ ആ ഒരു ഫ്ലേവർ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് ഉള്ളിയും വേപ്പിലും കൂടി മൊരിയിച്ച് ഇതിൽ ഇടാറുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയ ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. അധികാരം വെച്ച് കണ്ടിട്ടില്ല ഞാനിവിടെ ഒന്നും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. വളരെ ടേസ്റ്റിയാണ്. കുമ്പളങ്ങയിലൊക്കെ കോഴിയുടെ നെയ്യൊക്കെ കയറി വളരെ രസമുണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാടൻ കോഴി കുമ്പളങ്ങ ഇട്ട് വെച്ച റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.